നമസ്തേ. ഒരു ഉദാഹരണ ജാതകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുട്ടികളായിരിക്കുമ്പോൾ പുതിയ ജാതകമാണ്. 2019 ജനിച്ച ഒരു കുട്ടിയുടെ ജാതകമാണ്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തെ തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടികളെ എങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാം, അതിനൊരു ഉദാഹരണമാണ്. സത്യത്തിൽ ഈ ജാതകം അവിചാരിതമായിട്ട് എനിക്ക് കിട്ടിയതാണ്. കുട്ടിയുടെ പേരൻസ് വളരെ വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്ക് കുട്ടിയെ വളരെ നല്ല രീതിയിൽ പഠിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വല്ലാതെ പ്രഷർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു പാരൻസാണ്. കാര്യം അവർ നല്ല പൊസിഷനിലാണ്. കുട്ടിക്ക് അതുപോലെ ഉണ്ട്. പക്ഷേ കുട്ടിയുടെ ജാതകത്തിൽ അതുണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുട്ടി വളരെ ദയനീയമായിട്ട് ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ നമുക്കത് താങ്ങുമോ ഇല്ല എന്നുള്ളതാണ്. അത് തിരിച്ചറിയാതെ വെറുതെ കുട്ടിയുടെ എത്ര പവർ അല്ലെങ്കിൽ എത്ര മെമ്മറി പവർ ഉണ്ട്, എത്ര ഡിസിഷൻ പവർ ഉണ്ട്, എത്ര ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടിയുടെ ശക്തി എന്ന് തിരിച്ചറിയാതെ നമ്മൾ ആ കുട്ടിയെ പഠിപ്പിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കണക്കിനാണോ, സയൻസിനാണോ, അല്ലെങ്കിൽ എൻജിനീയറിങ്സിനാണോ, അല്ലെങ്കിൽ അഴിച്ചു ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് എൻജിനീയറിങ്. അത് ചെറുപ്പം മുതലേ ശീലങ്ങൾ കാണിക്കും. കുട്ടിക്ക് ഏതിലാണ് സ്കില്ല്, പാട്ട്, അങ്ങനെ ഏതിലാണ് സ്കില്ലെന്ന് തിരിച്ചറിയാൻ നമുക്ക് ഒരു ഉദാഹരണ ജാതകം നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഉദാഹരണ ജാതകത്തിൽ അവിചാരിതമായി കിട്ടിയ ജാതകമാണ്. അതിൽ ഡേറ്റ് വന്നിട്ട് 10/1/2019. 10/1/2019. ബുധന് ബലമില്ലാതെ ഗണിതം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷം എങ്ങനെയാണ് നമ്മളത് നോക്കുക എന്നുള്ളതാണ്. 2:56 PM കേരളമാണ് കേട്ടോ, കേരളത്തിലാണ്. ഇത് ഇടവ ലഗ്നമാണ്. നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വിജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധി എന്ന് പറയുന്നത് ബുധൻ്റെ 2 ക്ഷേത്രങ്ങളാണ്, കന്നി, മിഥുനം. അത് ഇൻ്റലിജൻസ് 4ാം ഭാവമാണ് ഉന്നത വിദ്യാഭ്യാസം, ലഗ്നവുമാണ് ബാക്കിയെല്ലാം കഴിവുകളും സ്കില്ലും മറ്റു കാര്യങ്ങളും ബേസിക്കൊക്കെ ലഗ്നമാണെങ്കിലും ബുധൻ്റെ 2 ക്ഷേത്രങ്ങളും ബുധനും ബലം വേണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി പഠിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ഇത് 3ഉം 2 ബുധക്ഷേത്രവും ബുധനും ബലം ഉണ്ടാവും. അപ്പോൾ ബുധനുണ്ടെങ്കിലേ ഗണിതം അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ലോജിക്കൽ മൈൻഡ്, ഡിസിഷൻ എടുക്കാനുള്ള ശക്തി, ചില ആളുകൾ നല്ല MA ഇതൊക്കെ എടുത്ത് നല്ല പഠനശേഷിയൊക്കെ 4ാം ഭാവത്തിൻ്റെ ബലം കൊണ്ട് നന്നായി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ സെൽഫ് ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. ജോലി ചെയ്യുമ്പോൾ ലീഡർഷിപ്പ് എടുക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസത്തിൽ ടോപ്പായിരിക്കും, പഠിക്കാൻ നല്ല കഴിവായിരിക്കും. പക്ഷേ ഡിസിഷൻ ഡിസിഷൻ എടുക്കാൻ കഴിവ് തരുന്ന ബുധന് ബലമില്ലെങ്കിലോ ബുധൻ്റെ ക്ഷേത്രങ്ങൾക്ക് ബലം വരുമ്പോഴോ ആ ഒരു കുറവ് വരും. അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് കൂട്ടിയോജിപ്പിക്കാൻ കഴിവും കൂടിയും വേണം നമുക്ക്. നമ്മളിപ്പോൾ ജ്യോതിഷത്തിലും ഈ അബദ്ധം വരലുണ്ട്. അത് പറയുന്ന കൂടെ ഞാൻ പറയാം. ജാതകം ഞാൻ ആദ്യം എഴുതാം. അതിൽ വന്നിട്ട് ഇത് ലഗ്നം ഇടവ ലഗ്നമാണ്. 3 രാഹു, അതുപോലെ 5 ചൊവ്വ, 5 അത് വേറെ ജാതകമാണ്. 3 രാഹു ഉണ്ട്, 7 ഗുരുശുക്രന്മാരുണ്ട്. ഇതാണ് ഈ ക്വാളിറ്റി ഉള്ളത്. അതേസമയം 8 രവി, ബുധൻ, മന്ദൻ. അതുപോലെ ബുധൻ, മന്ദൻ. എപ്പോഴും പറയലുണ്ട് രവി മന്ദന്മാരെ ഒന്നിച്ച് നിൽക്കുന്നത് ദോഷമാണ്, ഭാവത്തിനെയും കേടുവരുത്തും. അതുപോലെ 9 കേതു, 10 ചന്ദ്രൻ. 11 കുജൻ. ഇങ്ങനെയാണ് ജാതകം. ഈ ജാതകത്തെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് മനനം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ തന്നെ പലരും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാം. 10 സൂര്യനാണ്, അതിനെന്താണ് ഫലം? 8 ശനിയുണ്ട്, അതിനെന്താണ് ഫലം? ഇങ്ങനെ ജ്യോതിഷത്തിലെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ളത്, ജ്യോതിഷം എന്ന് പറയുന്നത് കണ്ണ് മാത്രം എടുത്തിട്ടൊരു ഫലം, കാത് മാത്രം എടുത്തിട്ടൊരു ഫലം, മൂക്ക് മാത്രം എടുത്തിട്ടൊരു ഫലം, മുടി മാത്രം ഉപയോഗിച്ചിട്ടൊരു ഫലം, കൈകൾ മാത്രം ഉപയോഗിച്ചൊരു ഫലം, അങ്ങനെ നമ്മൾ ഒരു കൂട്ടുകാരനെ പറയുകയാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് വയ്ക്കുക. അദ്ദേഹത്തിന് ഞാൻ ഭാവന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ക്വാളിറ്റി അയാളെ കാണുകയാണ് മനസ്സിലെങ്കിൽ അയാളുടെ കണ്ണ് മാത്രമാണോ ഞാൻ കാണുക? ഒരു വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും ഒരു പേര്, ശ്രീനാഥ് എന്നാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര്. അപ്പോൾ അയാളെ ഞാൻ ആലോചിക്കുമ്പോൾ അയാളുടെ കണ്ണാണോ എനിക്ക് ഓർമ്മയിൽ വരുന്നത്? അല്ല. അയാളുടെ ചെവിയാണോ വരിക, മൂക്കാണോ വരിക? അതൊന്നുമല്ല.
ശ്രീനാഥ് എന്ന് പറയുന്ന വ്യക്തിയുടെ ടോട്ടാലിറ്റിയാണ്. ജ്യോതിഷവും ഇങ്ങനെയാണ്. ജ്യോതിഷത്തിനെ കണ്ണ് മാത്രം എടുത്തിട്ട് പറയണം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ജ്യോതിഷത്തിൽ മൂക്ക് മാത്രം എടുത്ത് പറയണം, ചെവി മാത്രം എടുത്ത് പറയണം, കാല് മാത്രം പറയണം. ഈ ചോദ്യങ്ങൾ ജ്യോതിഷത്തിൽ തെറ്റായ ചോദ്യങ്ങളാണ്. ആദ്യം അത് മനസ്സിലാക്കണം. ജ്യോതിഷത്തെ അത് ഒരു മനുഷ്യനെ കാണുമ്പോൾ കണ്ണ്, മൂക്ക്, മുടി, നാക്ക്, സ്കിന്ന്, കയ്യ്, കാല്, ചിന്ത, വാക്ക്, പെരുമാറ്റം, ഡ്രസ്സിങ്, സ്വഭാവം, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അയാളെ മനസ്സിൽ കാണുന്നത്. അതുപോലെയാണ് ജ്യോതിഷത്തിൽ എല്ലാ കോമ്പിനേഷൻസും മനസ്സിലാക്കണം. 3 രാഹു ഉണ്ട്, എന്താണ് ഫലം എന്ന് ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും അങ്ങനെ പലരും ചോദിക്കുന്നത്. 8 ഗുരുവാണ്, എന്തു ചെയ്യും, എന്താണ് ഫലം? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയായ ചോദ്യങ്ങളല്ല എന്നുള്ളതാണ്. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു ഉത്തരമില്ല. ഇപ്പോൾ ശ്രീനാഥിൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ല. കാര്യം അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ല. ശ്രീനാഥ് എങ്ങനെയുണ്ടെന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ ശ്രീനാഥിൻ്റെ കണ്ണ് മാത്രം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. എൻ്റെ ഒരു ആരെയാണെങ്കിലും നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊരാളുടെ കണ്ണ് മാത്രം എങ്ങനെയുണ്ടെന്നല്ല. അതുപോലെ നിങ്ങൾ ജ്യോതിഷത്തിലെ തെറ്റായ ചോദ്യം ചോദിക്കുന്നത് ശരിയായിട്ടുള്ള മാർഗ്ഗമല്ല. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരിക്കലും ഉത്തരം പറയാനും പറ്റില്ല. ഇത് ടോട്ടലാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് എക്സാമ്പിൾ ഇതിലെന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ജാതകത്തിൽ ബുധൻ്റെ ക്ഷേത്രങ്ങൾക്കും ബലക്കുറവ് വരും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ കുട്ടിക്ക് ഗണിതം വരുന്നില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. കണക്ക് വരില്ല ഈ കുട്ടിക്ക്. കാര്യം ലോജിക്ക് വരില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2, 5 ഭാവാധിപനായ ബുധൻ്റെ വീടുകളാണ് ഞാൻ പറഞ്ഞു ബുദ്ധിശക്തി. അത് 2, 5 വീട് എന്നുള്ളത് ലഗ്നം വെച്ചിട്ടാണ് പറയുന്നത്. എന്താണെങ്കിലും ബുധൻ്റെ വീടുകൾക്ക് ബലമാണ്. അതീവ ബുദ്ധി അല്ലെങ്കിൽ കഴിവ്, ഭാഷാപഠനം, സംഗീതം എല്ലാം കൊടുക്കുന്നത് ബുധൻ്റെ വീടുകൾ. ജ്യോതിഷവും ബുധൻ തന്നെയാണ്. അപ്പോൾ ബുധൻ്റെ വീടുകൾക്ക് ഒരു വീട് നോക്കും, ചൊവ്വയുടെ ദൃഷ്ടി 4ാം ദൃഷ്ടി എവിടേക്ക് വരും? മിഥുനത്തിലേക്ക് വരും. അതേസമയം ശനിയുടെ 7ാം ദൃഷ്ടി മിഥുനത്തിലേക്ക് വരും. ഇവിടെ ആര് വരുന്നുണ്ട്? ചൊവ്വയുടെ ദൃഷ്ടിയും വന്നു, അതുപോലെ തന്നെ 2 ശനിയുടെ ദൃഷ്ടിയും വന്നു. അതേസമയം ചൊവ്വയുടെ 7ാം ദൃഷ്ടി, ശനിയുടെ 10ാം ദൃഷ്ടി, ഇത് രണ്ടും എവിടേക്കും വരും? ബുധൻ്റെ 2 വീട്ടിലും ചൊവ്വയുടെ ശനിയുടെയും ദൃഷ്ടി വന്നു. ഈ കുട്ടിക്ക് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ പാരൻസ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി സ്ട്രഗിളിലാണ്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് നോക്കുമ്പോൾ ഇതാണ് സംഭവം. 2 ക്ഷേത്രങ്ങളും ചൊവ്വ ശനിയോടുകൂടി അഗ്നിമാരുത യോഗം ചെയ്ത് നിൽക്കുകയാണ്. ഈ കുട്ടിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട് വരും. രണ്ടാമത് ബുധൻ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ബുധൻ ശനി ബന്ധത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് ബുധനും പോയി, ബുധൻ്റെ 2 വീടും പോയാൽ പിന്നെ ലോജിക്ക് വരില്ല, ഗണിതം വരില്ല, പഠിക്കാൻ സ്ട്രഗിളാണ്. പാരൻസ് ആണെങ്കിൽ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് തീർച്ചയായും ഇത് എന്താ കുട്ടി ഇങ്ങനെ, അതായത് ഒരു സൊസൈറ്റിയുടെ പ്രഷർ വരികയാണ്. അപ്പോൾ നമ്മൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക, സൊസൈറ്റിയുടെ പ്രഷറിന് വേണ്ടി നമ്മുടെ കുട്ടികളെ നശിപ്പിക്കരുത്. ഈ കുട്ടിയുടെ നല്ല ജാതകമാണ്. കാര്യം ഗുരുവിൻ്റെ ദൃഷ്ടി എന്തിലേക്കുണ്ട്? ലഗ്നത്തിലേക്ക് വരും. ലഗ്നം അഷ്ടമാധിപനാണ് ഗുരു. പക്ഷേ ശുക്രന് യോഗം ചെയ്ത് ശുക്രൻ്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്ന നല്ല ജാതകമാണ്. പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ചെറിയ രീതിയിൽ പഠന വൈകല്യം ഉണ്ടാവും. മാത്രമല്ല, ഈ കുട്ടിക്ക് ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രത്തിൽ ഏകദേശം 17 വർഷത്തോളം ചതയമാണ് നക്ഷത്രം. 17 വർഷത്തോളം രാഹുർദശ നടക്കും. രാഹു വലിയ ദോഷക്കാരനൊന്നല്ല. പക്ഷേ രാഹുവിന് വീട് കൊടുത്ത ചന്ദ്രന് ശനിദൃഷ്ടിയുണ്ട്. രാഹുവിന് വീട് കൊടുത്ത, അതായത് മനസ്സും ഈ കുട്ടിക്ക് കൺട്രോൾ അല്ല എന്നർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ബുധൻ കേടുവന്നു, ബുധൻ്റെ 2 വീടും കേടുവന്നു. ഗണിത സംബന്ധമായി കുട്ടീനെ പ്രഷർ ചെയ്യുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നത് മാതാവും പിതാവും ചെയ്യുന്ന ഏറ്റവും വലിയ ദുരിതം, ദോഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് സംഭവിക്കുന്നത്? രാഹുവിൻ്റെ ദശയാണ്. രാഹു ആണെങ്കിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വീട്ടിൽ മോശമായിട്ടാണ് നിൽക്കുക. പക്ഷെ 3ലാണ് എന്നുള്ളൊരു ഗുണമുണ്ട്. എന്നാലും ചന്ദ്രൻ 6ലാണ് നിൽക്കുന്നത്. അതേപോലെ ഈ ചന്ദ്രൻ്റെ അപഹാരവും സൂര്യാപഹാരവും ഇപ്പം നടക്കുന്നത്, ഇതൊക്കെ സൂര്യൻ, ചന്ദ്രൻ, അതുപോലെ ശനി, ബുധൻ, ഈ 4 അപഹാരങ്ങളെയും ഈ കുട്ടിക്ക് വളരെയധികം ടോർച്ചറായിരിക്കും. ഇനി എങ്ങനെയാണ് ടോർച്ചർ ആവുന്നത് അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ജാതകത്തിലെ 4ാം ഭാവം എന്താണ്? 4ാം ഭാവം വന്നിട്ട് സൂര്യനാണ്. ആ സൂര്യൻ ശനിബന്ധത്തിലാണ്. അപ്പോൾ 4ാം ഭാവം എന്താണ്? മാതാവാണ്. മാതാവ് അഷ്ടമത്തിൽ നിൽക്കുന്നു, ശനി ബന്ധത്തോടു കൂടി നിൽക്കുന്നു. ഈ മാതാവ് സപ്പോർട്ട് ചെയ്യില്ല.
കുട്ടീനെ തിരിച്ചറിയുകയോ കുട്ടിയുടെ കഴിവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയോ ചെയ്യുക എല്ലാം മാതാവ് ചെയ്യുക, പ്രഷർ ചെയ്യുക. കാര്യം 4-ാം ഭാവം കേടുവന്നു. 4-ാം ഭാവം ഭാവാധിപൻ, ഭാവവും കേടുവന്നു. ഭാവത്തിലേക്ക് എന്താണ് കേട്? ഭാവത്തിലേക്ക് കേടില്ല, പക്ഷെ ഭാവാധിപൻ കേടുവന്നു. ഭാവത്തിലേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട്, പക്ഷെ ശനി നോക്കിയ ചന്ദ്രനാണ്, എന്നാലും ചന്ദ്രൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ കേടുവന്നു. ഒരു ഭാവം നോക്കുമ്പോൾ ഭാവം, ഭാവാധിപൻ, ഭാവകാരകൻ. അപ്പോൾ ഭാവത്തിലേക്ക് ചന്ദ്രദൃഷ്ടിയുണ്ട്. ഭാവത്തിന് ചെറിയൊരു ശുഭത്വമുണ്ട്, എന്തായാലും ഷഷ്ടി അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ചെറിയൊരു ശുഭത്വമുണ്ട്. ഭാവത്തിനൊരു ബലം പൂർണ്ണമായി കെട്ടുകഴിഞ്ഞാൽ മാതാവില്ല എന്ന് പറയും, പക്ഷേ ഇവിടെ ഭാവത്തിന് ബലമുണ്ട്. ഭാവാധിപൻ ശനിയോഗം ചെയ്ത് നാശമായിട്ട് നിൽക്കുകയാണ്. ഇനി ഭാവകാരകൻ ചന്ദ്രനോ? ചന്ദ്രൻ നിൽക്കുന്നത് 10ലാണ്, കേന്ദ്രത്തിലാണ്. പക്ഷേ ശനിയുടെ 3-ാം ദൃഷ്ടി വാങ്ങിച്ചിട്ടാണ്. ശനിയുടെ വീട്ടിലാണ്. ഭാവക പ്രകാരം അഷ്ടമത്തിലാണ്. അപ്പോൾ ഭാവത്തിന് ബലം കൊടുക്കില്ല. കർക്കടകം വീട്, പിന്നെ ചന്ദ്രന് കാരകൻ്റെ വീട്. ഭാവകം, അതായത് 4-ാം ഭാവം ഭാവാധിപൻ കെട്ടു, ഭാവബലമുണ്ട്. പക്ഷേ കാരകൻ ചന്ദ്രൻ കെട്ടു, ശനിബന്ധം വന്നു. അതേസമയം ചന്ദ്രൻ്റെ വീട്ടിൽ രാഹു നിന്നു. അപ്പോൾ മാതാവിനെ കൊണ്ട് ഈ കുട്ടിക്ക് പ്രഷറേ ഉണ്ടാവുള്ളൂ. മാതാവ് ഈ കുട്ടീനെ പ്രഷർ ചെയ്യും. ഈ കുട്ടിക്ക് ദോഷ സമയം കൂടിയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഭാഗത്തുനിന്ന്. പിതാവിൻ്റെ ഭാഗത്തുനിന്നോ? 7, 8, 9-ാം ഭാവാധിപൻ ശനിയാണ്. ശനിക്ക് സൂര്യബന്ധം. ശനി അഷ്ടമസ്ഥിതി. ശനി അഷ്ടമത്തിൽ ദോഷമല്ല, പാപഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നത് ദോഷമല്ല. പക്ഷെ പിതാവിൻ്റെ കാരകനായ സൂര്യൻ അഷ്ടമത്തിൽ ദോഷമാണ്. അപ്പോൾ പിതൃകാരകൻ അഷ്ടമത്തിൽ കയറി നിന്നു. പിതാവിൻ്റെ 9-ാം ഭാവാധിപനും ശനി സൂര്യ ബന്ധം വന്നു. അതുകൊണ്ട് കാരകനും കെട്ടുപോയി, അധിപനും കെട്ടുപോയി. 9-ാം ഭാവത്തിലേക്ക് പാപദൃഷ്ടിയൊന്നുമില്ല. കേതുവിൻ്റെ സ്ഥിതി മാത്രമേ ഉള്ളൂ. കേതു ചെറിയൊരു പാപത്വം, കേതു പാപത്വം തന്നെയാണ്, ചെറിയ പാപത്വമുള്ളൂ. പക്ഷെ എന്നാലും കേതുവിൻ്റെ ദോഷമില്ല. അപ്പോൾ പിതാവിനെ കൊണ്ട്, പക്ഷെ പിതാവിൻ്റെ കാരകൻ്റെ വീട്ടിലേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് പിതാവിനെ കൊണ്ട് പ്രഷറുണ്ട് ഈ കുട്ടിക്ക്. കാര്യം എന്താണ്? സൂര്യശനി ബന്ധം കാരണം. സൂര്യനും ശനി ബന്ധപ്പെട്ട പിതാവിനെ കൊണ്ടും ദോഷമാണ്. ശനി വന്ന് ചന്ദ്രനെ നോക്കിയിട്ട് മാതാവിനെ കൊണ്ടും ദോഷമാണ്. സൂര്യനും ചന്ദ്രനും കെട്ട്, അതുപോലെ 4-ാം ഭാവവും 9-ാം ഭാവവും തടസ്സം വന്ന് നല്ല രീതിയിൽ തടസ്സമുള്ള ഒരവസ്ഥയാണ് ജാതകത്തിൽ. അപ്പോൾ അതിൻ്റെ എന്താണ് ദോഷം സംഭവിക്കുക? ഈ കുട്ടിക്ക് ഫുൾ പ്രഷർ ഉണ്ടാവും. നടക്കുന്ന ദശയോ രാഹുർദശയാണ്. അത് കഴിഞ്ഞ് വരുന്നതോ അഷ്ടമാധിപൻ്റെ ഗുരുദശ. അപ്പോൾ ദശകളും ഈ കുട്ടിക്ക് എന്തല്ല, അനുകൂലമല്ല. പക്ഷേ ലഗ്നത്തിലേക്ക് ഗുരുവിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ശുഭത്വം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് വല്ലാത്തൊരു ദോഷം വരില്ല. എന്നാലും കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത, കുട്ടിക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച് ആ കുട്ടി ചെറിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ജാതകം നമ്മൾ മനസ്സിലാക്കി. ഈ കുട്ടിക്ക് ചൊവ്വ ബലമുണ്ട്, ബയോളജി സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. കാര്യം ഗുരുദൃഷ്ടിയിൽ ചൊവ്വയുണ്ട്. ചൊവ്വയ്ക്ക് ദോഷമില്ല, പക്ഷെ ബുധൻ പഠിക്കാൻ പറ്റില്ല, ശനിയും പഠിക്കാൻ പറ്റില്ല, പാവത്വമുണ്ട്. ചൊവ്വയുടെ ബയോളജി സംബന്ധമായ കാര്യങ്ങളാണ് ഈ കുട്ടിക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. ചൊവ്വയുടെ വീടും ശുഭത്വമുണ്ട്, ചൊവ്വയും ശുഭത്വമുണ്ട്. അപ്പോൾ ഇത് ജാതകത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് ഗണിതം വരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ കുട്ടികൾക്ക് പ്രഷർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ബുധനും കെടുമ്പോൾ ബലം കുറയും. ഇതാണ് ഈ ജാതകത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നന്ദി, നമസ്കാരം.